ഇവിടെ ആരുമില്ലേ? അവൻ ഉച്ചത്തിൽ നീട്ടി വിളിച്ചപ്പോൾ അകത്തുനിന്നും ആദ്യം ഇറങ്ങി വന്നത് സുധാകരനായിരുന്നു. അനന്തുവിനെയും വരുണിനെയും കണ്ട സന്തോഷത്തിൽ അയാളൊന്ന് പുഞ്ചിരിച്ചെങ്കിലും അവർക്കൊപ്പം നിൽക്കുന്ന ആളെ മുൻപ് താൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന ഭാവത്തിൽ ഒന്ന് ഓർത്തെടുക്കാനും ശ്രമിച്ചു. എന്നാൽ അപ്പോഴും വീട്ടിലേക്ക് വന്നു കയറിയ അനന്തുവിൻ്റെ കണ്ണിലെ കോപത്തിൻ്റെ ചൂട് സുധാകരൻ്റെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുകയായിരുന്നു. എന്താ അനന്തു, പതിവില്ലാതെ ഈയൊരു നേരത്ത്? കൂടെ നിൽക്കുന്ന ഇയാൾ ആരാ? സുധാകരൻ ഒരു സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇയാൾ ആരാ എന്താ എന്നൊക്കെ അമ്മാവന് വഴിയെ ഞാൻ മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് അമ്മാവൻ ഇവിടുത്തെ സീമന്തപുത്രയെ ഒന്ന് പുറത്തേക്ക് വിളിക്കേ. അവള് വന്നാൽ ഉടനെ തന്നെ അമ്മാവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. സുധാകരനെ നോക്കി അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശബ്ദം കേട്ട് പെട്ടെന്ന് വനജയും ഭദ്രയും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അനന്തുവിനെയും അവൻ്റെ അടുത്ത് പേടിച്ചു നിൽക്കുന്ന പാമ്പ് പിടുത്തക്കാരനെയും കണ്ടതോടെ ഭദ്രയുടെ കണ്ണുകളൊന്ന് ഞെട്ടിവിറച്ചു പോവുകയായിരുന്നു അന്നേരം. അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കാൻ പേടിയുള്ളതുപോലെ ഒരു നിമിഷം അവളൊന്ന് പതുങ്ങിപ്പോയി. തൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നിയെങ്കിലും പുറമേ അതൊന്നും ഭാവിക്കാതെ അവൾ അമ്മയുടെ അരികു പറ്റിക്കൊണ്ട് നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളെ കണ്ട ഉടനെ അനന്തുവിന് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു നിർത്താനായിരുന്നില്ല. വനജയുടെ പിറകിൽ പറ്റി നിൽക്കുന്നവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചവൻ എല്ലാവർക്കും മുൻപിലേക്ക് അവളെ നിർത്തിച്ചു. എന്നാൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ ക്ഷമയില്ലാതെയാണ് വനജ പെട്ടെന്ന് അവൻ്റെ നേരെ ഒച്ചയെടുക്കാൻ തുടങ്ങിയത്. എന്താണ് അനന്തു നിന്റെ ഉദ്ദേശം? വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിക്കാൻ നോക്കുവാണോ നീ? കണ്ണു തുറിച്ചുകൊണ്ടുള്ള ആ നോട്ടത്തിൽ അനന്തു ഒരു പുച്ഛത്തോടെ അവർക്കു നേരെയൊന്ന് പുഞ്ചിരിച്ചു കാട്ടി. അയ്യോ അമ്മായി, ഇതൊന്നും ഒരു ഗുണ്ടായിസമേ അല്ല. യഥാർത്ഥ ഗുണ്ടായിസം എന്താണെന്ന് അമ്മായി ശരിക്കും കാണാൻ പോകുന്നേയുള്ളൂ. ദേ ഈ നിൽക്കുന്നവളുണ്ടല്ലോ, ഇവള് കാരണം എനിക്ക് സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം വലുതായിരിക്കുന്നുവെന്ന് നിങ്ങൾക്കാർക്കും ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. പ്രശ്നമോ? എന്തു പ്രശ്നമാ എൻ്റെ മകള് കാരണം നിനക്കുണ്ടായത്? എന്തു തന്നെയാണെങ്കിലും നമുക്കത് സമാധാനത്തോടെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാലോ അനന്തു. സുധാകരൻ ശാന്തനായി സംസാരിച്ചുകൊണ്ട് അവൻ്റെ നേരെ അടുത്തതും അനന്ത് വീണ്ടും തീക്ഷണമായൊരു നോട്ടത്തോടെ ഭദ്രയൊന്ന് നോക്കി. അവൻ്റെ ആ നോട്ടം തന്നെ ദഹിപ്പിക്കാൻ ശക്തിയുള്ളതാണെന്ന തോന്നലോടെ അവൾ അന്നേരം അറിയാതെ ഒന്ന് മുഖം കുനിച്ചു പോവുകയായിരുന്നു. സമാധാനമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അമ്മാവൻ്റെ ഈ പുന്നാര മകൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പിടിച്ചകത്തിടേണ്ട വകുപ്പിനുള്ളതാ ഇവളൊക്കെ കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അകത്തിടേണ്ട വകുപ്പോ? എന്തൊക്കെയാ അനന്തു നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ ആശങ്കയോടെ അത് ചോദിക്കവെയാണ് പെട്ടെന്ന് വനജ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞത്. എൻ്റെ സുധേട്ടാ, ഇവൻ ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇവൻ്റെ തലയ്ക്കെന്തോ വെളിവില്ലാതെ പിച്ചുമ്പയും പറയുന്നതാ ഇതൊക്കെ. നമ്മുടെ മോളെക്കുറിച്ച് ഇവൻ പറഞ്ഞിട്ട് വേണോ നമുക്കറിയാൻ? അവളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ സുധേട്ടാ? ആ അതെ അതെ, നിങ്ങളുടെ മോളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ നോക്കിയതിനെക്കുറിച്ചും അമ്മായിക്ക് അറിയായിരിക്കും അല്ലേ? കൊല്ലാൻ നോക്കി? ഒരു ഞെട്ടലോടെ സുധാകരനും വനജയും പെട്ടെന്ന് കണ്ണു തുറന്ന് പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. നീ നീ ഇതെന്തൊക്കെയാണെന്തോ ഈ വിളിച്ചു പറയുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ ഈ പകല് പോലെ സത്യമാണ് അമ്മാവ. ഈ നിൽക്കുന്ന പാമ്പ് പിടുത്തക്കാരൻ്റെ കയ്യിൽ നിന്നും ഉഗ്രവിഷമുള്ള ഒരു മൂർഖൻ പാമ്പിനെ അമ്മാവൻ്റെ മകൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് ആരും അറിയാതെ അതെൻ്റെ ഭാര്യയുടെ ബാഗിനകത്തേക്ക് ഇവൾ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ബാഗ് തുറക്കാൻ ശ്രമിച്ച എൻ്റെ വേദയെ പാമ്പ് കടിക്കുകയും അവൾ ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. അപ്പോഴും ഇവളൊന്നും അറിയാത്തതുപോലെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചു കൊണ്ടേയിരുന്നു. ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങളൊന്നും ആരും കാണാതിരിക്കാനും അറിയാതിരിക്കാനും വേണ്ടി ക്ലാസ്സിലെ CCTVയിൽ മനഃപൂർവ്വം ഇവളൊരു മറ സൃഷ്ടിക്കുകയും കൂടി ചെയ്തോടെ തൻ്റെ കാര്യം സേഫാണെന്ന് ഇവളങ്ങ് ഉറച്ചു വിശ്വസിച്ചു. സത്യങ്ങളൊന്നും ആരും കണ്ടുപിടിക്കില്ലെന്നാ ഇവൾ കരുതിയത്. എന്നാൽ സത്യത്തെ നമ്മൾ എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബാക്കി വെക്കും അമ്മാവ. അതിനൊരു ഉദാഹരണമാണ് ഈ പാമ്പ് പിടുത്തക്കാരൻ. ഇത്രയൊക്കെ കാരണങ്ങൾ പോരെ അമ്മാവ ഒരാളെ പിടിച്ച് അകത്തിടാന്? മുഷ്ടി ചുരുട്ടി പിടിച്ച് അവൻ ഭദ്രയെ നോക്കിയത് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുകയായിരുന്നു അന്നേരം.
ഇതിനിടയിലാണ് പാമ്പ് പിടുത്തക്കാരൻ്റെ ബനിയനിൽ പിടിച്ചു വലിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുണെല്ലാം അയാളോട് ഏറ്റു പറയാൻ ആവശ്യപ്പെട്ടത്. അതോടെ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം ഒരു കുമ്പസാരം പോലെ വള്ളിപുള്ളി തെറ്റാതെ അവർക്ക് മുമ്പിൽ പറഞ്ഞു തീർക്കുകയും ചെയ്തു. കേട്ട സത്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്നവരുടെ മുൻപിലേക്ക് ഭദ്രയെ അവൻ വീണ്ടും വലിച്ചു നിർത്തിയപ്പോൾ സുധാകരന്റെ കണ്ണുകളും കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അന്നേരം. ഒന്നിനും പ്രതികരിക്കാതെ ഒരു ശിലയെപ്പോലെ നിൽക്കുന്ന തൻ്റെ മകളെ മുന്നിൽ കിട്ടിയതിൻ്റെ അരിശത്തിൽ അയാൾ അവളെ തലങ്ങും വിലങ്ങും കൈനീട്ടി അടിക്കാൻ തുടങ്ങി. മഹാപാപി, എന്ത് ധൈര്യത്തിൻ്റെ പുറത്താടി നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഒരു പാവം പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ നിനക്ക് എങ്ങനെയാടി മനസ്സ് വന്നത്? നീ എൻ്റെ മകളാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ അറപ്പ് തോന്നുക. ഒറ്റ മോളല്ലേ എന്ന് കരുതി നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിര് പറയാതെ ഇവിടം വരെ വളർത്തി വലുതാക്കിയതാ ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റ് ഇനി ഞാൻ തന്നെ അങ്ങ് തിരുത്താൻ പോവുക. ഇത്രയൊക്കെ കേട്ടിട്ടും ഇനിയും ക്ഷമിക്കാൻ എനിക്കാവില്ല ഭദ്രേ. അതുകൊണ്ട് ഇപ്പം തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഇനി എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലെന്ന് ഞാൻ അങ്ങ് കരുതിക്കോളാം. അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ ആ വീടിൻ്റെ പുറത്തേക്ക് ഇറക്കി വിട്ടപ്പോഴേക്കും ഒച്ചയും ബഹളവും കേട്ട് കൈലാസത്തിലുള്ളവരെല്ലാം അവിടേക്ക് ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു. എല്ലാം കണ്ടും കേട്ടും സ്വന്തം മകളെ ഒന്ന് ന്യായീകരിച്ചുകൊണ്ട് കൂടെ ചേർത്ത് നിർത്താനോ സുധേട്ടനെ ഒന്ന് എതിർത്ത് നിൽക്കാനോ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു വനജയും അന്നേരം. മകളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന സുധാകരനെ കണ്ടപ്പോൾ വിശ്വത്തിന് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാളെ തടഞ്ഞുകൊണ്ട് വിശ്വവും അവിടേക്ക് കയറി ചെന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് സുധാകരൻ അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിനക്കിതെന്താ ഭ്രാന്ത് പിടിച്ചോ സുധാകര? ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രം ഇവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അതിനു മാത്രം എന്ത് പ്രശ്നമാ ഇവിടെ ഉണ്ടായത്? വിറപ്പിക്കുന്ന ശബ്ദത്തോടെ പെട്ടെന്നായ സുധാകരന്റെ നേർക്കൊന്ന് അലറിയടുത്തതും പതിവിലും വ്യത്യസ്തമായാണ് സുധാകരനും അയാളോട് അന്നേരം പ്രതികരിച്ചു പോയത്. ഇതിൽ കൂടുതൽ ഇനി എന്തുണ്ടാകാനാ ഇവിടെ? ദേ, ഈ നിൽക്കുന്ന വിശ്വേട്ടൻ്റെ മകൻ അനന്തുവിൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചവളാ എൻ്റെ ഈ മകള്. ഒരു പാമ്പിനെ ഉപയോഗിച്ച് ഇവളെല്ലാം കരുതിക്കൂട്ടി ചെയ്തതിൻ്റെ ഫലമാ ഇത്രയും ദിവസം ഒരു നെഞ്ചിരിപ്പോടെ ആ കുട്ടി ഹോസ്പിറ്റലിൽ അനുഭവിച്ചു തീർത്തത്. ഇത്രയും ക്രൂരത ചെയ്ത ഇവളെ ഇവിടുന്ന് ഇറക്കിവിടല്ലാതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? പൂവിട്ട് പൂജിക്കുകയാണോ വേണ്ടത്? ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടി അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. മറിച്ചായിരുന്നെങ്കിലോ ആ നഷ്ടം നമുക്ക് ആർക്കെങ്കിലും തീർത്തു കൊടുക്കാൻ സാധിക്കുമായിരുന്നോ? സുധാകരന്റെ ആ ചോദ്യത്തിന് മുന്നിൽ വിറച്ചുകൊണ്ടാണ് ഒരു ഞെട്ടലോടെ അച്ചുവും മൃദുലയും എല്ലാം അവിടെ നിന്നിരുന്നത്. കേട്ടതെല്ലാം വിശ്വസിക്കാനാവാത്ത ഭാവത്തിൽ അവരാ നിൽപ്പ് തുടരുമ്പോഴും സുധാകരൻ എല്ലാ കാര്യങ്ങളും അവർ കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. എല്ലാം തിരിച്ചറിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അന്നേരം അച്ചുവും അറിയാതെ തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നപ്പോൾ രേണുവും മൃദുലയും അവൾക്ക് നേരെ രൂക്ഷമായൊരു നോട്ടം നോക്കി മുഖം തിരിച്ചു കളഞ്ഞു. എന്നാൽ അപ്പോഴും കുലുങ്ങാതെ ഒന്നും വിശ്വസിക്കാതെ അവിടെ നിന്നിരുന്നത് വിശ്വം മാത്രമായിരുന്നു. അയാളുടെ ആ പെരുമാറ്റം തന്നെയായിരുന്നു ഭദ്രയുടെ ഏക ആശ്വാസവും പിടിവള്ളിയുമെല്ലാം. എല്ലാവരും കൂടി തനിക്കെതിരെ തിരിയുകയാണെന്ന് മനസ്സിലാക്കിയതോടെ പിന്നീട് അവളും പതിയെ തലപൊക്കി തുടങ്ങി. അമ്മാവന് മുന്നിൽ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് അവൾ വേഗം അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മാവ. ഇയാൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ഇവർ പറയുന്നതൊന്നും ദയവ് ചെയ്ത് അമ്മാവൻ വിശ്വസിക്കരുത്. എനിക്ക് വേദയോട് ദേഷ്യമുണ്ടെന്നുള്ളത് സത്യം തന്നെയാ. എൻ്റെ അന്തുവേട്ടനെ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തതിൻ്റെ ദേഷ്യം എനിക്ക് ഇല്ലാതിരിക്കും അമ്മാവ. ഞാനും ഒരു പെണ്ണല്ലേ. കുഞ്ഞുനാൾ തൊട്ട് ഈ മനസ്സിനകത്ത് കൊണ്ടു നടന്ന എൻ്റെ മാത്രം അന്തുവേട്ടനെ എവിടുന്നോ വന്നവൾ ഒരൊറ്റ നിമിഷം കൊണ്ട് സ്വന്തമാക്കിയപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് നേര് തന്നെയാ എന്ന് കരുതി അവളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല അമ്മാവ. ഈ അന്തുവേട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് പറയുന്നതാണിതൊക്കെ. ഞാൻ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കണം അമ്മാവ. തൻ്റെ മുന്നിൽ തൊഴുകൈകളോടെ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഭദ്രയുടെ അഭിനയത്തിൽ വിശ്വത്തിൻ്റെ മനസ്സന്നേരം ആകെയൊന്ന് തകർന്നു പോയിരുന്നു. സ്നേഹത്തോടെ അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനു മുൻപേ എല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന അനന്തുവിന് പെട്ടെന്ന് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാവുകയായിരുന്നു. സ്വന്തം അച്ഛനെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവൾക്ക് നേരെ അവൻ്റെ കൈ വായുവിലൊന്ന് ഉയർന്നു പൊങ്ങിയത് മാത്രമേ പിന്നീട് ഭദ്രയ്ക്ക് ഓർമ്മയുള്ളൂ.
തൻ്റെ മുഖത്ത് കിട്ടിയ അടിയുടെ തരിപ്പ് പെട്ടെന്ന് അവളെ ആ നിമിഷത്തിൽ നിശബ്ദയാക്കി തീർത്തോടെ കവിളിൽ കൈവച്ചുകൊണ്ട് ഒരു വിങ്ങലോടെ അവൾ അനന്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അന്നേരം അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നത് അവളും അറിയുന്നുണ്ടായിരുന്നു. ഭദ്രയുടെ നേർക്ക് അനന്തു കൈനീട്ടി അടിച്ചതിൻ്റെ ഷോക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും അതിനെതിരെ ചോദ്യം ചെയ്യാൻ വിശ്വം മാത്രമായിരുന്നു മുന്നോട്ട് വന്നത്. എന്തധികാരത്തിലാടാ നീ ഇവളുടെ മേലിൽ കൈവച്ചത്? ഇവളെ തല്ലാൻ മാത്രം എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം മകന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടപ്പോഴേക്കും വേദനയോടെ രേണുക പെട്ടെന്ന് അറിയാതെ ഒന്ന് മുഖം പൊത്തി പിടിച്ചുപോയി. തനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ലെന്ന സങ്കടത്തിൽ അവർ അവിടെ നിന്നും അകത്തേക്ക് ഓടിയതിനു പിറകെ മൃദുലയും അമ്മയെ സമാധാനിപ്പിക്കാനായി ധൃതിയിൽ അവിടേക്ക് ഓടിക്കയറി. എന്നാൽ അപ്പോഴും അച്ഛനും മകനും തമ്മിലുള്ള വാക്പോര് കണ്ടു രസിക്കുന്നതിൻ്റെ സന്തോഷം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഭദ്ര നിന്നിരുന്നത്. ഇത്രയും കാലം എന്നെ സ്നേഹിച്ചതിൻ്റെ കണക്ക് പറയാൻ നാണമില്ലാത്ത ഇവളെ തല്ലിയതിനാണോ അച്ഛൻ എൻ്റെ യോഗ്യത അളക്കാൻ വരുന്നത്? ഇവളൊരിക്കലും സ്നേഹിച്ചിരുന്നത് എന്നെയായിരുന്നില്ലെന്ന് ഞാൻ ഒരുപാട് തവണ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു. ഇവൾ എന്നും ആഗ്രഹിച്ചിരുന്നത് കൈലാസത്തിലെ ഇളയ മരുമകൾ എന്ന സ്ഥാനം മാത്രമാണ്. എന്നാൽ എൻ്റെ വേദ എന്നെ സ്നേഹിച്ചത് സ്ഥാനമോ സമ്പാദ്യമോ ഒന്നും നോക്കിയിട്ടായിരുന്നില്ല. എൻ്റെ മനസ്സും സ്നേഹവും അവൾ ശരിക്കും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയുള്ള അവളെ ഇല്ലാണ്ടാക്കാൻ നോക്കി ഇവളോട് ക്ഷമിക്കാൻ മാത്രമുള്ള മനസ്സലിവൊന്നും എനിക്കില്ലെന്ന് കൂട്ടിക്കോ എൻ്റെ അച്ഛൻ. ഇനി എങ്ങാനും എൻ്റെ പെണ്ണിൻ്റെ നേർക്ക് ഇവൾ തിരിഞ്ഞെന്ന് ഞാൻ അറിയാനിടയായാൽ പിന്നെ ഈ അനന്ത് പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല. അതുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നത്. ഭദ്രയുടെ നേരെ വിരൽ ഉയർത്തിക്കൊണ്ട് അവനത് പറയവേ വിശ്വത്തിൻ്റെ കണ്ണുകളും കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അന്നേരം എല്ലാം അവസാനിപ്പിച്ച് അവിടെ നിന്നും മടങ്ങിപ്പോകാൻ ഒരുങ്ങിയ അനന്തുവിനെ തിരികെ കൈകൊട്ടി വിളിക്കുമ്പോഴും അയാളുടെ കണ്ണുകളിൽ അവനോടുള്ള വെറുപ്പ് മാത്രമായിരുന്നു പ്രകടമായത്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്കും ഇവിടം വരെ വന്ന സ്ഥിതിക്കും നീ ഇനി ഒന്നുകൂടി അറിഞ്ഞിട്ട് പോകുന്നതാവും കുറച്ചുകൂടി നല്ലത്. നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരുന്നത് തന്നെയാണ് ഞാൻ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഭദ്രയെ ഞാൻ എൻ്റെ മരുമകളായി മനസ്സുകൊണ്ട് എന്നെ അംഗീകരിച്ചു കഴിഞ്ഞതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കും അറിയാവുന്നതാണ്. എന്നാൽ ആ സ്വപ്നം നീയായിട്ട് തകർത്തു കളഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവൾക്കെന്ന് പറയാനും നൽകാനും എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവണമെന്ന് ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു. തൻ്റെ സംസാരം അവൻ ശ്രദ്ധയോടെ ശ്രവിച്ചു കേൾക്കുന്നതിൻ്റെ ആവേശത്തിൽ വിശ്വം വീണ്ടും അവന് നേരെ ഒച്ചയെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൈലാസത്തിലെ വിശ്വംഭരൻ എന്ന ഈ ഞാൻ എൻ്റെ സമ്പാദ്യത്തിൽ നിന്നും അനന്തനാരായണൻ എന്ന എൻ്റെ മകനിലേക്ക് അല്ല മകനായിരുന്നവനിലേക്ക് മാറ്റിവെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെല്ലാം ഇവളുടെ പേരിലേക്ക് സന്തോഷത്തോടെ എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛനിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിൽ അനന്തുവിൻ്റെ മനസ്സൊന്ന് പതറിപ്പോയെങ്കിലും അവനത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന ഭാവത്തിൽ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവരിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണമായിരുന്നില്ല ഭദ്രയും വിശ്വവും പ്രതീക്ഷിച്ചിരുന്നത്. മറിച്ച് ഒരു പൊട്ടിത്തെറി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് നേരെ ഒരു പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ട് അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വിശ്വ അവനെ തന്നെയൊന്ന് തറപ്പിച്ചു നോക്കി. പറയാൻ ഉദ്ദേശിച്ച കാര്യം എൻ്റെ അച്ഛനെ എന്നോട് പറഞ്ഞു തീർന്നെങ്കിൽ ഇനി എനിക്ക് പോകാലോ അല്ലേ? അതെങ്ങനെ ശരിയാക്കും? ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും നീ യാതൊരു മറുപടിയും പറയാതെ ഇവിടെ നിന്ന് പോയാൽ ഞാൻ അതിനെന്തർത്ഥമാ കണക്കാക്കേണ്ടത്? ഇനിയൊരു പക്ഷേ ഇക്കാര്യത്തിൽ നിനക്ക് എതിർക്കാനെങ്ങാനും ഭാവമുണ്ടെങ്കിൽ അത് ഇപ്പോഴേ പറഞ്ഞു തീർക്കുന്നതാവും നല്ലത്. ആര് പറഞ്ഞു എനിക്കിക്കാര്യത്തിൽ എതിർപ്പുണ്ടെന്ന്? കൈലാസത്തിലെ വിശ്വംഭരൻ എന്ന എൻ്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്തുക്കളൊക്കെ അച്ഛന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാനില്ല. ഇതൊന്നും ഈ അനന്തുവിനെ ബാധിക്കുന്ന കാര്യങ്ങളുമല്ല. എനിക്ക് കഴിയാനുള്ളത് ഞാൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്. അത് മതി എനിക്കും എൻ്റെ പെണ്ണിനും സമാധാനത്തോടെ ജീവിച്ചു കഴിയാൻ. പിന്നെ സ്വത്തും സമ്പാദ്യമൊക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ ദാനം ചെയ്യുന്നത് നല്ലത് തന്നെയാ. പക്ഷേ അത് അർഹിക്കുന്നവർക്കായിരിക്കണമെന്ന് മാത്രം. പരിഹാസഭാവത്തിൽ വിശ്വനെ നോക്കി അവൻ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുമ്പോൾ കൂടെ വരുണും ഒരു പുച്ഛഭാവത്തിൽ അയാളെ നോക്കി അവിടെ നിന്നും അകന്നുപോയി. അപ്പോഴും താൻ തന്നെയാണ് ജയിച്ചതെന്ന മട്ടിൽ ഭദ്ര അനന്തുവിനെ നോക്കി ക്രൂരമായി ഒന്ന് പുഞ്ചിരിക്കുകയായിരുന്നു. അവൻ പോയി കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയതും ഭദ്ര വേഗം തിരിഞ്ഞു നോക്കിയത് സുധാകരന്റെ മുഖത്തേക്കായിരുന്നു.
തറപ്പിച്ച ഒരു നോട്ടത്തോടെ പിന്നിലേക്ക് കൈയും കെട്ടി നിൽക്കുന്ന അയാൾ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം വെട്ടി തിരിച്ചപ്പോൾ അച്ഛൻ്റെ ആ പെരുമാറ്റം അവളെ ആകിയൊന്ന് വല്ലാണ്ടാക്കിയെങ്കിലും തൻ്റെ കൂടെ എന്തിനും ഏതിനും കൈലാസത്തിലെ വിശ്വംഭരൻ എന്ന തൻ്റെ അമ്മാവനുണ്ടല്ലോ എന്ന ധൈര്യമായിരുന്നു അവൾക്ക്. അതുമാത്രം മതിയായിരുന്നു തിരിച്ച് ആ വീട്ടിലേക്ക് അവൾക്ക് വീണ്ടും കയറി ചെല്ലാനുള്ള ആശ്വാസവും നൽകിയത്. അകത്തേക്ക് കയറിപ്പോയ ഭദ്രയ്ക്കൊപ്പം വനജയും സന്തോഷത്തോടെ കയറിപ്പോയപ്പോഴാണ് വിശ്വത്തിൻ്റെ മനസ്സും സമാധാനത്തോടെ ഒന്ന് കെട്ടടങ്ങിയത്. അതേ സമാധാനത്തോടെ തന്നെ അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അനന്ത് പോയിടത്തേക്ക് നോക്കി വിഷമത്തോടെ നിൽക്കുന്ന അച്ചുവിനെ അയാൾ ശ്രദ്ധിച്ചത്. അവൻ്റെ ആ നിൽപ്പ് അയാൾ കണ്ടില്ലെന്ന ഭാവത്തിൽ അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ദേഷ്യത്തോടെ അവൻ അച്ഛനെ ഒന്ന് തറപ്പിച്ചു നോക്കിയത്. അച്ഛൻ ഈ ചെയ്തതൊക്കെ ശരിയാണെന്ന് തോന്നണുണ്ടോ? ഇവിടുന്ന് ഇറക്കി വിട്ടത് അച്ഛൻ്റെ മകനെ മാത്രമല്ല, എനിക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും കളിച്ചും വളർന്ന എൻ്റെ കൂടപ്പിറപ്പിനെ ഒരു കാരുണ്യവും കാണിക്കാതെ അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഭദ്ര തെറ്റ് ചെയ്തുവെന്ന് അവൻ വിളിച്ചു പറഞ്ഞിട്ടും തെളിവ് കാണിച്ചിട്ടും അച്ഛൻ അവനെ വിശ്വാസം വരുന്നില്ലെങ്കിൽ പിന്നെ ഇനി എനിക്കും ചില തീരുമാനങ്ങൾ അച്ഛനെ അറിയിക്കാനുണ്ട്. ഇത്രയും കാലം അച്ഛൻ പറയുന്നത് മാത്രം അനുസരിച്ചേ എനിക്ക് ശീലമുള്ളൂ. എന്നാൽ അന്നൊക്കെ എൻ്റെ അച്ഛൻ്റെ തീരുമാനങ്ങളും ശരിയായിരുന്നു എന്ന് എനിക്കും ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ് അവനെ ഇവിടെ നിന്നും എന്നേക്കുമായി പറിച്ചറിയാൻ ശ്രമിക്കുന്ന ഈ അച്ഛനെ എനിക്കിപ്പോൾ വിശ്വാസമില്ലാതെയായി. എൻ്റെ അനന്തുവിനെ ഉപേക്ഷിച്ച് അച്ഛൻ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് ആരെയായാലും അവരുടെ സ്വഭാവം അച്ഛനും വൈകാതെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കും. തനിക്ക് നേരെയുള്ള അവൻ്റെ വാക്കുകളിൽ അല്പം മൂർച്ചയേറുന്നുണ്ടെന്ന് തോന്നിയ ഉടനെ വിശ്വം വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അച്ചു, നീ വെറുതെ അനിയനെ ന്യായീകരിച്ചുകൊണ്ട് നിന്റെ അച്ഛനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് എൻ്റെ ശരികളാണ് അച്ഛാ. ആ ശരികളിൽ തുടർന്ന് ജീവിക്കാനാണ് ഇനി ഞാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ എനിക്കായി പണി കഴിപ്പിച്ച എൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്രയും നാള് അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണ് കരുതിയിരുന്നത്. കാരണം ഈ സ്വർഗം പോലൊരു വീട്ടിൽ നിന്നും അകന്നു മാറിപ്പോകാൻ എനിക്കും മൃദുവിനും ഒരിക്കലും സാധിക്കുകയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അതിനും സാധിക്കും. കാരണം ഇന്ന് ഈ വീട് സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങിയ ഒരു നരകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അച്ചു, നീ നല്ലോണം ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് അയാൾ അവനോടത് ചോദിക്കവേ അച്ചു അയാളെ നോക്കി ഒരു പരിഹാസ മട്ടിലൊന്ന് പുഞ്ചിരിച്ചു കാട്ടി. അതെ, നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ഇത്. ഞങ്ങളൊക്കെ പോയാലും അച്ഛൻ സ്നേഹിക്കുന്ന അച്ഛൻ്റെ പ്രിയപ്പെട്ട മരുമകളായ ഭദ്രയുണ്ടാവുമല്ലോ ഇനിയെന്നും കൂടെ. അതുതന്നെയാണല്ലോ അച്ഛനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളാരും ഇവിടെ ഒരു തടസ്സമായിട്ട് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാം ഇനി അച്ഛൻ്റെ ആഗ്രഹവും തീരുമാനവും പോലെ തന്നെ നടക്കട്ടെ. ദേഷ്യവും സങ്കടവുമെല്ലാം ഇവിടെ കലർന്നുകൊണ്ട് അയാളെ നോക്കി അവനത് പറയവേ വിശ്വത്തിൻ്റെ നാവുകൾ അന്നേരം അവനെ തിരുത്തിയെടുക്കാനായി ശ്രമിച്ചിരുന്നില്ല. എല്ലാം പറഞ്ഞുകൊണ്ട് അച്ചുവും അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയപ്പോൾ സുധാകരനും ഒരു പരിഹാസഭാവത്തോടെ വിശ്വത്തിൻ്റെ അടുത്തേക്ക് ചെന്നെടുത്തു. വിശ്വ, ഭദ്ര എൻ്റെ മകളാണ്. എന്നിട്ട് പോലും എന്നോടില്ലാത്ത സ്നേഹവും വിശ്വാസവും എല്ലാം അവൾക്കുള്ളത് വിശ്വത്തിനോടാണ്. അതിനു കാരണം നീ മറ്റാരെക്കാളും സ്നേഹിക്കുന്നത് അവളെ ആയതുകൊണ്ടാ എന്ന് കരുതി അവൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളൊന്നും താൻ കണ്ടില്ലെന്ന് നടിച്ച് അവളെ സപ്പോർട്ട് ചെയ്ത് നിന്നാലുണ്ടല്ലോ, അധികം വൈകാതെ അതിനുള്ള തിരിച്ചടി താനും മനസ്സിലാക്കിയിരിക്കും വിശ്വ. ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അയാൾക്ക് അരികിൽ നിന്നും സുധാകരൻ കടന്നുപോയപ്പോൾ തനിക്ക് ചുറ്റും ഒരു ശൂന്യത പടർന്നു പിടിക്കുന്നത് പോലെ അയാൾക്കും തോന്നുകയായിരുന്നു. ഊണു വിളമ്പിയ പ്ലേറ്റിൽ വിരലുകൾ ഓടിച്ചു വിട്ടവൻ മുഴുവൻ കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ വേദയും ഭക്ഷണം വേണ്ടെന്ന് വെച്ച് പ്ലേറ്റ് മെല്ലെ നീക്കി വെച്ചു. തന്നോടൊന്നും സംസാരിക്കാതെ അവൻ ബാൽക്കണിയിലേക്ക് പോയപ്പോഴും അവൾ ഒന്നും അവനോട് ചോദിച്ചതേയില്ല. ഒരു ശല്യത്തിനും പോകാതെ അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അകത്തെ മുറിയിൽ ചെന്ന് കിടന്നപ്പോഴാണ് ദേവകി അമ്മ അനന്തുവിൻ്റെ അടുത്തേക്ക് ചെന്നത്. കുഞ്ഞേ. ആ വിളിയിൽ തന്നെ അനന്ത് വേഗം ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. കുഞ്ഞ് എന്താ വിളമ്പിയ ഭക്ഷണം ഒട്ടും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്? ഒന്നുമില്ല ദേവികമ്മേ, തീരെ വിശപ്പ് തോന്നിയില്ല, അതുകൊണ്ടാ. ഓ, എന്നാൽ പിന്നെ ഇതുപോലെ വിശപ്പില്ലാണ്ട് തന്നെയായിരിക്കും ആ കുട്ടിയും ഒന്നും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. വേദം ഒന്നും കഴിച്ചില്ലെന്നോ?
അവൻ തെല്ല് സംശയത്തോട് ചോദിച്ചു. അതെ കുഞ്ഞെ, അശോക് കുഞ്ഞ് വേദമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാ എന്നെ ഇവിടെ നിർത്തിപ്പോയത്. അതുകൊണ്ട് പറയുകയാണെന്ന് കൂട്ടിയാൽ മതി. കുഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ശേഷം ആ കുട്ടി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ കുടുംബകാര്യങ്ങളൊന്നും കൂടുതലായി എനിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ രണ്ടാളും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് അശോക് കുഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ ആ കുട്ടി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചു വന്നിരിക്കുകയല്ലേ. അങ്ങനെയുള്ളപ്പോൾ അതിനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തനിച്ചാക്കി കുഞ്ഞ് എവിടേക്കും പോകേണ്ടിയിരുന്നില്ല. ഒരു ഭർത്താവിൻ്റെ സ്നേഹത്തിനും സംരക്ഷണത്തിനോളവും വലുതായി ഈ ലോകത്ത് മറ്റൊരു സന്തോഷവും ഒരു പെണ്ണും ആഗ്രഹിക്കുന്നില്ല കുഞ്ഞെ. അനന്തുവിൻ്റെ മുഖത്തു നോക്കി ദേവകിയമ്മ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേക്കും അവൻ്റെ മനസ്സും ഒരു നിമിഷം ആകെയൊന്ന് വല്ലാണ്ടായതുപോലെ തോന്നി.